കൊച്ചിയിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി. സാങ്കേതിക തകരാറിനെ തുടർന്ന് ചേലാട് ദന്തൽ കോളേജ് ഗ്രൗണ്ടിലാണ് ലാൻഡിംഗ് നടത്തിയത്. പരിശോധനകൾക്ക് ശേഷം ഹെലികോപ്റ്റർ തിരികെ പോയി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വാർത്തയുടെ വിശദാംശങ്ങളായി ഇപ്പോൾ ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് കോതമംഗലത്ത് നിന്ന്. ലാൽകൃഷ്ണൻ, എന്താണ് ഈ ഹെലികോപ്റ്റർ ഈ കോളേജ് ഗ്രൗണ്ടിൽ ഇറക്കാൻ കാരണം? കൊച്ചിയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് പരിശീലന പറക്കലിന്റെ ഭാഗമായിട്ട് കോതമംഗലം ഭാഗത്തുകൂടി പോയത്. ഈ സമയത്ത് ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പൂർണ്ണമായും സിഗ്നൽ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഒരു എമർജൻസി ലാൻഡിംഗ് എന്ന രീതിയിൽ കോതമംഗലം ചേലാടുള്ള മാർ ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് ഇറക്കേണ്ടി വന്നത്. ഏകദേശം അരമണിക്കൂറോളം ഹെലികോപ്റ്റർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിഗ്നൽ സംവിധാനങ്ങൾ ശരിയായത്. ഈ സിഗ്നൽ സംവിധാനത്തിന്റെ തകരാറുണ്ടായത് ഹെലികോപ്റ്ററിന്റെ ഭാഗമായിട്ടാണോ അതോ സിഗ്നൽ സംവിധാനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ ഇതൊരു സ്ഥിരീകരണം സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും സിഗ്നൽ സംവിധാനം പൂർണ്ണമായും കിട്ടാതെ വന്നതോടുകൂടിയാണ് കോതമംഗലത്ത് ഒരു എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നത്. തുടർന്ന് അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ച് 1 മണിക്ക് ലാൻഡ് ചെയ്ത വിമാനം ഏകദേശം 1:45 കൂടിയാണ് അവിടെ നിന്ന് ഹെലികോപ്റ്റർ വീണ്ടും പറന്നുയർന്നത്. മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നിലവിൽ കിട്ടുന്ന വിവരം. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ചേലാട്, കോതമംഗലത്തിനടുത്തുള്ള ചേലാട് അടിയന്തരമായ ഹെലികോപ്റ്റർ ഇറക്കി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മടങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.